ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടൊരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ എന്തായാലും ഉണ്ടാക്കാനും കഴിക്കാനും പറ്റിയ ഒരു ഐറ്റംസാണ്. ഇതിന് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് കക്കരിയാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കളയുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കക്കരി മൂപ്പുള്ളതാണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം നല്ല കയ്പുണ്ടാവും. അപ്പോൾ തൊലി കളഞ്ഞിട്ട് അങ്ങനെ എടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ വലിയ ഉള്ളി എടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ് കഴുകിയിട്ട് അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അളവിന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാം. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ക്യാരറ്റാണ്. അപ്പോൾ അത് ഇതേപോലെ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് എടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എരിവ് കുറവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് തക്കാളിയാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അധികം പഴുപ്പില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് ആ ബൗളിലേക്ക് അതും കൂടി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നീളത്തിലുള്ള മല്ലിയിലല്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാണ് എടുത്തിട്ടുള്ളത്. സാധാ മല്ലിയിലാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഈ മല്ലിയിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. ഇനി ഇതിലേക്കൊരു മയോണൈസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടൊരു മയോണൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിനായിട്ട് വെള്ളക്കടല ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 വിസിലിന് വേവിച്ചെടുത്തതാണ്, ഉപ്പും ചേർക്കാതെ. അതൊരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിയാ സീഡ് 2 ടേബിൾ സ്പൂൺ ഒന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. 2-3 അല്ലി അത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അതും പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി ഇതാ അടുത്തതായിട്ട് വെജിറ്റബിൾസൊക്കെ ആവശ്യമുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ബാലൻസിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒലീവ് ഓയിലോ മസ്റ്റാർഡ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മയോണൈസ് ഇല്ലേ അതും ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് അവിടെ നിന്ന് സെറ്റ് ആകാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. എന്നാലാണ് നന്നായിട്ട് ഇതിലേക്ക് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.